Hi, welcome to English Bibliotheca. I'm Sujita Sivadas. ഇന്നത്തെ ഈ വീഡിയോയിൽ ഹെൻറി കിബ്സന്റെ എ ഡോൾസ് ഹൗസ് എന്നുള്ള പ്ലേ ആണ് എടുത്തിട്ടുള്ളത്, നോവലല്ല, പ്ലേ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇത്രയും നാള് കുറേ പോംസും അതുപോലെ കുറേ നോവൽസും ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്തു പോയിരുന്നു. കുറേ നാളായിട്ട് നമ്മൾ പ്ലേ ചെയ്യാറില്ല. ഇന്ന് ഒരു പ്ലേ ആയിട്ട് വന്നിരിക്കുകയാണ് ഹെൻറി കിബ്സന്റെ എ ഡോൾസ് ഹൗസ്. ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ്. പ്രൊട്ടാഗോണിസ്റ്റ് വരുന്ന നോറ ഹെൽമർ ഒരു വീട്ടമ്മയാണ്. ഒരു ടിപ്പിക്കൽ വീട്ടമ്മ, നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് നോറ ഹെൽമർ. നമ്മുടെ ഓരോ വീട്ടമ്മയുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പല സാഹചര്യങ്ങളും ഇവിടെ ഈ ഒരു പ്ലേയിൽ നോറയുടെ ജീവിതത്തിലും നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു 19th സെഞ്ചുറി പ്ലേ ആണ്. 3 ആക്ട് ആണുള്ളത്. ഇത് നടക്കുന്നത് ഹെൽമർ ഫാമിലിയിലാണ്, നോർവേയിലാണ് നടക്കുന്നത്. ഈ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നോർവേ ആണെന്ന് പറയുന്നത്. ദെൻ അടുത്തത് നമുക്ക് ആദ്യം ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ദാറ്റ് ഇസ് നോറ ഹെൽമർ തന്നെയാണ്. അത് പ്രൊട്ടാഗോണിസ്റ്റ് ആണ്. അവളാണ് ഇതിലെ നായിക, അല്ലെങ്കിൽ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ആ വീട്ടമ്മയാണ്. നോറ ഹെൽമറിന്റെ ഹസ്ബൻഡിന്റെ പേരാണ് ടോവാൾഡ് ഹെൽമർ. ദെൻ ക്രിസ്റ്റീന ലിൻഡെ എന്ന് പറയുന്നത് നോറ ഹെൽമറിന്റെ ഒരു കൂട്ടുകാരിയാണ്. ചെറുപ്പത്തിൽ കളിക്കൂട്ടുകാരിയാണ്. ഒരുമിച്ച് പഠിച്ച ക്ലാസ്മേറ്റ് ഒക്കെയാണ് ക്രിസ്റ്റീന ലിൻഡെ നോറേനെ കാണാൻ വേണ്ടി വരികയാണ്. ക്രിസ്റ്റീന ലിൻഡെ ആദ്യം ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. പക്ഷേ അദ്ദേഹം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അങ്ങനെ മരിച്ചു പോയപ്പോൾ ഇവളുടെ ഡെപ്റ്റ് എല്ലാം തീർത്തു. ഇദ്ദേഹത്തിന്റെ ആ ഒരു അസറ്റിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം തീർത്തത്. പക്ഷെ എങ്കിൽ കൂടി ലാസ്റ്റ് പാപ്പരായി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പൊ ക്രിസ്റ്റീനയ്ക്ക്. അപ്പൊ ക്രിസ്റ്റീനയ്ക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ജോലി വേണം. ആ ജോലിക്ക് വേണ്ടിയിട്ട് നോറേനെ സമീപിച്ചിരിക്കുകയാണ്. നമ്മുടെ ടോവാർഡിന്റെ ബാങ്കിൽ എന്തെങ്കിലും ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ക്രിസ്റ്റീന ലിൻഡെ നോറേനെ സമീപിച്ചിരിക്കുന്നത്. അടുത്തത് നിൽസ് ക്രോൺസ്റ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ ടോവാർഡ് ഹെൽമർ ഒരു ബാങ്ക് മാനേജറാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ടോവാർഡ് ഒരു ബാങ്ക് മാനേജറാണ്. ആ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ നിൽസ് ക്രോൺസ്റ്റാഡ് ആണ് ഇതില് വില്ലൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല. കാരണം കംപ്ലീറ്റ്ലി അദ്ദേഹം വില്ലനല്ല. ഫസ്റ്റത്തെ ആ ഒരു നോറയുടെ ഉള്ള ആ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം ഒരു വില്ലനാണെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ സാഹചര്യമാണ് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. എനിക്ക് ഈ ഒരു പ്ലേ വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ തോന്നി ടോവാർഡാണ് ഇതിലെ ഏറ്റവും വലിയ വില്ലെന്ന. ബാക്കിയുള്ളവരൊക്കെ അപേക്ഷിച്ച് ടോവാർഡാണ് കുറച്ചും കൂടെ ഒരു ക്രൂരത പോലെ നമുക്ക് തോന്നുന്നത്. ക്രൂരത എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ്. അതിനുശേഷം പിന്നെ വരുന്ന കഥാപാത്രമാണ് ഡോക്ടർ റാങ്ക് എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്. നമ്മുടെ ടോവാർഡ് ഹെൽമറിന്റെ ഫാമിലി ഫ്രണ്ടാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ വരും, ഹെൽമർ ഫാമിലിയിൽ വരും. അദ്ദേഹത്തിന് ഒരു ചെറിയ ഇഷ്ടം, സീക്രട്ട് ലവ് ഉണ്ട്. നോറയുടെ ഒരു സീക്രട്ട് ലവ് ഉണ്ട് ആർക്ക്, ഡോക്ടർ റാങ്കിന്. പക്ഷെ ഡോക്ടർ റാങ്ക് എന്തോ ഒരു മാരകമായ രോഗം ബാധിച്ചിരിക്കുകയാണ്. അദ്ദേഹം മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തടുത്തോണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ഡോക്ടർ റാങ്ക്. അപ്പോൾ ഇത്രയാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ആരൊക്കെയാണ്? നോറ, ടോവാർഡ്, ക്രിസ്റ്റീന ലിൻഡെ, നിൽസ് ക്രോൺസ്റ്റാഡ് ആൻഡ് ഡോക്ടർ റാങ്ക്. ഇത്രയും പേരാണ് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട്. ഇവരാണ് ലീഡ് ചെയ്യുന്നതെന്ന് പറയാം. മെയിൻ നോറ ഹെൽമർ ആണ്. പക്ഷെ ഇവരുടെയൊക്കെ പങ്ക് എന്ത് വരുന്നുണ്ട്. ഇനി ഇതല്ലാതെ മൈനർ ക്യാരക്ടേഴ്സ് വേറെയും വരുന്നുണ്ട്. ഇവരുടെ മക്കൾ വരുന്നുണ്ട്, ഒരു നേഴ്സ് മെയ്ഡ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷെ ഇവരാണ് മെയിൻ ക്യാരക്ടേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാം, പ്ലോട്ടിലേക്ക് കിടക്കാം. പ്ലോട്ടില് ഫസ്റ്റ് ഈ ഒരു പ്ലേ തുടങ്ങുമ്പോൾ നോറ ഹെൽമർ എന്തോ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് വരികയാണ്. ക്രിസ്മസ് ആണ് വരുന്നത്. ക്രിസ്മസിനുള്ള ഷോപ്പിംഗ് കഴിഞ്ഞ് വരികയാണ്. അത് കാണുമ്പോൾ നമ്മുടെ ടോവാർഡ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ സ്പെൻഡ്രിഫ്റ്റ് ആവുന്നത്, ഇത്രയും ചെലവഴിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് ഒരു ചെറിയൊരു ആർഗ്യുമെന്റ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന സമയത്ത് നോറ പറയുന്നുണ്ട്, കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ഇദ്ദേഹത്തിന് പ്രൊമോഷനായി. ഇപ്പോൾ ഇത്രയും നാള് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു രോഗം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു ഡെപ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് മുറുകിയിരിക്കുന്ന സമയമായിരുന്നു ഫാമിലിയിൽ. അപ്പൊ അതൊക്കെ എന്താ പറയാ, ഫ്ലാഷ് ബാക്ക് ആണ്. ഇപ്പൊ അതൊന്നും എടുത്തിടുന്നില്ല. അപ്പൊ ഇവർ തമ്മിൽ എന്ത് ചെയ്യണം, ഒരു ആർഗ്യുമെന്റ് നടക്കുകയാണ്. ആ സമയത്ത് ഇവള് പറയുന്നുണ്ട് നമ്മുടെ ഇതൊക്കെ മാറുമല്ലോ, നമ്മുടെ ഈ ഡെപ്റ്റ് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടൊക്കെ മാറുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ടോർവാർഡ് പറയുന്നുണ്ട് അതൊന്നും മാറില്ല അത്ര പെട്ടെന്നൊന്നും, നമുക്ക് അങ്ങനെയൊന്നും അത്ര പെട്ടെന്നൊന്നും മാറില്ല, അത്രയും വലിയ പേയ്മെന്റ് ഒന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവള് പറയുന്നത് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ലോൺ എടുക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു സജഷൻ ടോവാർഡിനെ ചൊടിപ്പിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന് ലോൺ എടുക്കണതാണ് തീരെ താല്പര്യമില്ല. അത് മാത്രമല്ല, ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് നോറയിൽ നിന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അത്രയും സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം അങ്ങനെ ഒച്ചയിടുന്നുണ്ട്. അങ്ങനെ ഒച്ചയിടലൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മൈൻഡ് കാമാക്കി ചിന്തിക്കുന്ന ചിന്ത അതാണ് ഇതിൽ മെയിൻ.
ചിന്തിക്കുന്നത് അവളല്ലേ, മീൻസ് അതൊരു സ്ത്രീ ആയതുകൊണ്ടാണ് അവൾ അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞത്. കാരണം അവൾക്ക് ഈ പ്രശ്നങ്ങളോ ഈ പൈസയുടെ വാല്യൂ ഒന്നും അറിയില്ലല്ലോ എന്ന് കരുതി ടോവാർഡ് എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം ശമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം അവിടെ ആ ഒരു ടോവാർഡ് എങ്ങനെയാണ് ആ ഒരു ഭാര്യയെ അല്ലെങ്കിൽ ആ വീട്ടമ്മയെ എങ്ങനെയാണ് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്, ഏത് രീതിയിലാണ് അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നത് എന്നാണ് ആ ഒരു ചിന്തയിലൂടെ ഇപ്പോൾ അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ദെൻ അടുത്തത് ഇനി പോകുന്നത്, അതുപോലെ ഇവളുടെ ഫുഡ് പോലും എന്താണോ ഇവള് കഴിക്കുന്നത് അതുപോലും ഈ ഒരു ടോവാർഡിന്റെ ഇഷ്ടത്തിന് എന്താണോ അദ്ദേഹത്തിന് ഇഷ്ടം അത് മാത്രമേ ആ ഒരു വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതേപോലെ അവളുടെ ഇഷ്ടത്തിന് ഫുഡ് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും അവൾ ചിന്തിച്ചിരുന്നില്ല ഇതെന്റെ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മയാണ് എന്ന് അവൾക്ക് തിരിച്ചറിയുണ്ടായിരുന്നില്ല. അപ്പോഴും അവളുടെ ഫാമിലിക്ക് വേണ്ടി സെർവ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ ഇവൻ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി നോറ എന്ത് ചെയ്യുന്നുണ്ട്, ടോവേർഡ് ലിറ്റിൽ സ്ക്വിറൽ, അതുപോലെ തന്നെ ലിറ്റിൽ സ്കൈലാർക്ക്, അങ്ങനെ കുറെ ചെല്ലപ്പേരൊക്കെ ഇട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫാമിലി അങ്ങനെ നടന്നു പോവാണ്. നടന്നു പോകുന്ന സമയത്താണ് ഇവിടെ കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. എന്താ സംഭവിക്കുന്നത്, ലിൻഡ വരുന്നുണ്ട്. ലിൻഡ വന്നിട്ട് ഇവളോട് ചോദിക്കുന്നുണ്ട് വല്ല ജോലിയും കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഡോക്ടർ റാങ്ക് വരുന്നുണ്ട്. ഡോക്ടർ റാങ്കിന് നോറയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം മിസ്സിസ് ലിൻഡയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ലിൻഡയ്ക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇവളോട് ഇങ്ങനെ ലിൻഡെ കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെ അവസ്ഥ ഇതാണ്, എന്നെ നീ സഹായിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് നോറ പറയും എനിക്കിപ്പോൾ സഹായിക്കാൻ പറ്റുമോ അറിയില്ല, അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു നോക്കാന്നൊക്കെ പറയുമ്പോൾ ലിൻഡെ പറയുന്നുണ്ട് നിനക്ക് ഇതിനെപ്പറ്റി അറിയില്ല, നീ ഇത്രയും നന്നായിട്ട് ജീവിക്കുകയല്ലേ, അതുകൊണ്ടാണ് നിനക്ക് മനസ്സിലാവാത്ത എൻ്റെ കണ്ടീഷൻ എന്താണെന്നൊക്കെ പറയും. അപ്പോൾ നോറ പറയുന്നുണ്ട് ഞാനും ഇതേപോലെ ഒരു കണ്ടീഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ പറയും. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് പറയുന്നത് സ്വന്തം ഭർത്താവിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്, മീൻസ് ആ ഒരു ഇൽനെസ്, ആ ഡിസീസ് കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഇതിനുള്ള ചെലവ്, അദ്ദേഹത്തിന് ചികിത്സയ്ക്കുള്ള ചെലവിന് വേണ്ടിയിട്ട് അവൾ ചെയ്ത മീൻസ് ആ കാര്യം പറയില്ല, മീൻസ് ആ രഹസ്യം പറയില്ല, മറിച്ച് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്, ഈ പൈസ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയും നോറ. അപ്പം അങ്ങനെ പറയുമ്പോൾ നിനക്ക് എവിടുന്ന് ആ പൈസ കിട്ടിയെന്ന് ചോദിക്കും. അത് അവൾ പറയില്ല. അപ്പോഴും ഇവളെന്താ കരുതുക, ലിൻഡെ കരുതുന്നത് അത് ഡോക്ടർ റാങ്ക് കൊടുത്തു എന്നാണ് കരുതുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ റാങ്കിന് ചെറിയ ഇഷ്ടമുണ്ടാകുന്ന ലിൻഡയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞ് അപ്പോഴും എന്ത് ചെയ്യാണ്, ആരാണ് കൊടുത്തതെന്ന് അറിയുന്നില്ല. ക്രോക്സ്റ്റഡ് ആണ് ഈ പൈസ കൊടുത്തതെന്ന് അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ക്രോക്സ്റ്റഡ് അദ്ദേഹത്തിന് മക്കളുണ്ട്, ഭാര്യയില്ല, ഭാര്യ ഇദ്ദേഹത്തിനെ വിട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഇദ്ദേഹം കുറച്ചൊക്കെ മാൽ പ്രാക്ടീസസ് നടത്തുന്നുണ്ട് ബാങ്കിൽ. ആര് കണ്ടുപിടിക്കുന്നുണ്ട്, നമ്മുടെ ടോവാർഡ് കണ്ടുപിടിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം, അല്ലെങ്കിൽ ഇദ്ദേഹം കാണിക്കുന്ന ഈ ഒരു അഴിമതിയെല്ലാം ആര് കണ്ടുപിടിക്കുന്നുണ്ട്, നമ്മുടെ ടോവാർഡ് കണ്ടുപിടിക്കുന്നുണ്ട്. ടോവാർഡ് ഇദ്ദേഹത്തിനെ ഫയർ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഫയർ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ക്രോക്സ്റ്റഡ് വേറെ വഴിയൊന്നുമില്ല അവിടെ. അദ്ദേഹത്തിന് ആ ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് മക്കളെ നോക്കാനോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും അദ്ദേഹത്തിന് പൈസ ഉണ്ടാവില്ല. അത് വലിയൊരു പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അവസാന തുറുപ്പുവള്ളിയായിട്ട് നമ്മുടെ നോറേനെ എടുക്കുന്നുണ്ട്. കാരണം നോറയ്ക്ക് പൈസ കൊടുത്തത് ക്രോക്സ്റ്റഡ് ആണ്. ക്രോക്സ്റ്റഡ് പറയുന്നുണ്ട് നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ നീ എന്താണ് വ്യാജരേഖ തന്നിട്ടാണ് വാങ്ങിയതെന്ന് എനിക്കറിയാം, നിന്റെ അച്ഛൻ മരിച്ചു പോയിരിക്കുന്നു, പിന്നെ ആ മരിച്ചു പോയതിന് ശേഷമാണ് നീ അതിൽ ഒപ്പിട്ടിട്ടുള്ളത്, പിന്നെ എങ്ങനെയാണത് ശരിയാവാന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. നിന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് എൻ്റെ ജോലി ശരിയാക്കണം, ജോലി ഇന്ന് പറഞ്ഞു വിടാൻ സമ്മതിക്കരുതെന്നൊക്കെ പറയും. അങ്ങനെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇവൻ വന്നു പോകുന്നതൊക്കെ. ആര് കാണുന്നുണ്ട്, ടോവേർഡ് കാണുന്നുണ്ട്. അപ്പോൾ ടോവേർഡ് ചോദിക്കുന്നുണ്ട് എന്താ അവൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് അവന്റെ ജോലി ശരിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ താങ്കളോട് പറയാൻ വേണ്ടിയിട്ടാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊന്നും അവൾ പറയുന്നില്ല എന്താണ് സംഭവിച്ചത്. അത് ശരിക്കും ടോവേർഡിനോട് തുറന്ന് പറയണം എന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ സ്വഭാവം കാരണം എങ്ങനെ പറയണം എന്ന് അറിയില്ല അവൾക്ക്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ക്രിസ്മസ് ഈവ് വന്നു. ക്രിസ്മസ് ഈവിന്റെ ആ ഒരു സമയത്ത് ടെറൻഡല്ല എന്നുള്ളൊരു ഡാൻസ് നടക്കുന്നുണ്ട് ഇവരുടെ വീട്ടിൽ. ടെറൻഡല്ല എന്നുള്ള ഡാൻസ് നടക്കാനുള്ള കാരണം എന്താണ് നോറയുടെ മനസ്സിലെന്നാണ്. അവിടെ വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. ഈ നോറേനെ ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുകയാണ്, എന്റെ ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ രഹസ്യങ്ങളെല്ലാം നിന്റെ ഹസ്ബൻഡിനോട് പറയും എന്നുള്ളത്. ആരെ, ക്രോക്സ്റ്റഡ്. അങ്ങനെ പറയുമെന്ന് പറഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ല. ക്രോക്സ്റ്റഡ് എന്ത് ചെയ്തു, ഊമക്കത്ത് എഴുതി.
ഊമക്കത്തെ എഴുതി, എന്താ എഴുതിയേ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വൈഫ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അത് എവിടെ ഇടാണ്, ഇവരുടെ ലെറ്റർ ബോക്സിൽ ഇടാണ്. ഈ ലെറ്റർ ബോക്സിന്റെ കീ ആരുടെ കയ്യിലാണ്? നമ്മുടെ ടോവാർഡിന്റെ കയ്യിലാണ്. ഇതൊക്കെ സിഗ്നിഫൈ ചെയ്യുന്നത് ടോവാർഡിന് മാത്രമാണ് ആ വീട്ടിലെ ഏതും ആക്സസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം എന്നുള്ളത്. മറ്റുള്ളവർക്ക് ആർക്കും ഒന്നും എടുക്കാനോ ഒന്നും ഒരു സ്വാതന്ത്ര്യവും ആ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ അത് തുറക്കാനുള്ള അവകാശം ആർക്കാണ്? നമ്മുടെ ടോവാർഡിന്റെ കയ്യിലാണല്ലോ കീ. അപ്പൊ അദ്ദേഹത്തിന് മാത്രം തുറക്കാൻ കഴിയും. അപ്പൊ ക്രോക്സ്റ്റഡ് ഇതിൽ കൊണ്ടുവന്ന് ലെറ്റർ ഇട്ട് പോയി. ഇത് നോറയ്ക്ക് അറിയാം. നോറ കരുതാണ് എപ്പോഴാണോ ഈ ടോവാർഡ് വന്ന് തുറക്കുന്നത് ആ സമയത്ത് ഇവരുടെ ജീവിതം കൊളാപ്സ് ആവുമെന്ന് ആർക്കറിയാം? നോറയ്ക്കറിയാം. അപ്പൊ അത് മനസ്സിലിട്ടിട്ടാണ് ഈ തരന്തല്ല ഡാൻസിനൊക്കെ ആര് പങ്കെടുക്കുന്നത്? നോറ പങ്കെടുക്കുന്നത്. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മുടെ എന്താ പറയാ, ഏതൊരു സിനിമയിലെ അവിടെ നായകൻ വിഷം കഴിക്കാൻ നിൽക്കുന്നു, ഇവിടെ താലികെട്ട്, അങ്ങനെ പറയില്ലേ, അത് ആ ഒരു കണ്ടീഷനാണ്. അവിടെ നോറ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക, ഇവിടെ നമ്മുടെ ടോവാർഡ് പോയിട്ട് തുറന്നിട്ട് മീൻസ് അത് വായിക്കാൻ നോക്കാം. അത് വായിച്ചു കഴിയുമ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞ് ക്രോക്സ്റ്റഡ് മീൻസ് ടോവാർഡിന് മനസ്സിലാവും തന്റെ ഭാര്യയാണ് ഇതെല്ലാം ചെയ്തത്. അപ്പൊ അദ്ദേഹം ചെയ്യുന്നത് ഒരിക്കലും തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്തു, അതെന്നാലും പോട്ടെ എന്നല്ല അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹം നോറയെ ഫയർ ചെയ്യുന്നതിന് ഒരുപാട് മീൻസ് അബ്യൂസീവായി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നോറയ്ക്ക് അത് ഹേർട്ട് ആവുകയാണ്. അപ്പൊ ആ ഒരു സംഭവം സംഭവിച്ചു. അപ്പൊ അവൾക്ക് മനസ്സിലായി ആരും തനിക്ക് ഉണ്ടാവില്ല, ഏതൊരു സാഹചര്യത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത് വെറുതെയാണ് എന്നുള്ള തിരിച്ചറിവ് ആർക്ക് വരികയാണ്? നോറയ്ക്ക് വരികയാണ്. ഈ നോറയ്ക്ക് ഇത് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് അപ്പുറത്ത് നടക്കുന്നത് ക്രോക്സ്റ്റഡിന്റെ ജീവിതത്തിൽ മറ്റൊന്നാണ്. ക്രോക്സ്റ്റഡിന്റെ വൈഫ് ഇദ്ദേഹത്തിനെ ഇട്ടെറിഞ്ഞു പോയി എന്ന് നേരത്തെ പറഞ്ഞു. ലിൻഡയും ക്രോക്സ്റ്റഡും തമ്മിൽ ഓൾറെഡി മുൻപ് ഒരു അഫെയർ ഉണ്ടായിരുന്നിരിക്കാം. ആ അഫെയറിൽ നിന്ന് വേറൊരു റിച്ച് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കേണ്ട അവസ്ഥ വന്നു. ഫാമിലിയുടെ ആ ഒരു പ്രഷർ കാരണം ലിൻഡയ്ക്ക് കല്യാണം കഴിക്കേണ്ടി വന്നതാണ്. അപ്പോൾ ലിൻഡയും ക്രോക്സ്റ്റഡും തമ്മിൽ എന്തായി? യുണൈറ്റ് ചെയ്തു, മീൻസ് ഒരുമിച്ച് എന്താ പറയാ, ഒന്നിച്ചു. ആ ഒന്നിച്ച സമയത്ത് ലിൻഡെ പറയുന്നുണ്ട് നോറയ്ക്കെതിരെ ഒന്നും ചെയ്യരുത്, ഒരു കേസൊന്നും കൊടുക്കരുത്. അത് കേസൊക്കെ കൊടുക്കുന്ന ആ ലെറ്ററിലുണ്ട് കേട്ടോ. അപ്പൊ കേസൊന്നും കൊടുക്കരുത്, അവളെന്റെ ഫ്രണ്ടാണ്, അവള് നിഷ്കളങ്ക, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ക്രോക്സ്റ്റഡ് ഇത് സമ്മതിക്കുന്നുണ്ട്, ഞാനൊന്നും ചെയ്യുന്നില്ല, നോറെ ഞാനൊന്നും ഒന്നും ഉപദ്രവിക്കാൻ പോകുന്നില്ല, കാരണം എനിക്കൊരു ജീവിതം കിട്ടി, ഇനി എനിക്ക് ആരെയും ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ക്രോക്സ്റ്റഡ് പറയുന്നുണ്ട്. അപ്പൊ നോറ എന്തായി? അവിടുന്ന് ഫ്രീ ആയി. അതേപോലെ തന്നെ നോറ സ്വയം ഫ്രീ ആയി ഇതിൽ നിന്ന്, ആ ഫാമിലി എന്നുള്ള ആ ഒരു ക്ലച്ചസിൽ നിന്ന് ആര് ഫ്രീ ആയി? നോറ ഫ്രീ ആയി. കാരണം നോറ പറയാണ്, ഇനി എനിക്ക് ഇങ്ങനെ ഒരു ടോവാർഡിന്റെ കീഴിൽ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നോറ ഇറങ്ങിപ്പോരാണ്, ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാണ്. അപ്പം ഇവിടെ ഡോൾസ് ഹൗസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പാവയുടെ വീടെന്നാണല്ലോ. ഈ പാവ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ നോറ ഹെൽമർ ആണ്. കുറച്ചു കാലം മുൻപ് അവളുടെ അച്ഛന്റെ പാവയായിരുന്നു. അവളുടെ അച്ഛൻ എന്താണോ പറയുന്നത് അത് മാത്രം കേട്ടും ഇതാക്കി നടക്കുന്ന ഒരാളായിരുന്നു നോറ ഹെൽമർ. പക്ഷേ ആഫ്റ്റർ ദ മാരേജ് അവൾ ആരുടെ കയ്യിലെ പാവയായി? ടോവാർഡ് ഹെൽമറിന്റെ കയ്യിലെ പാവയായി എന്നാണ് ഈ ഒരു പ്ലേയിൽ പറയുന്നത്. ഇത് നമ്മൾ ഈ വായിക്കുമ്പോൾ നമ്മൾ ഈസിയായി വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈസിയായി ഇതെല്ലാം ഇപ്പൊ കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ. ഇപ്പൊ ഈ 21st സെഞ്ചുറിയിൽ നമ്മൾ അത്ര വലിയ ബുദ്ധിമുട്ട് നമുക്ക് വരുത്തുന്നില്ല. പക്ഷെ ഈ 19th സെഞ്ചുറിയിൽ ഈ ഒരു പ്ലേ അവതരിപ്പിക്കപ്പെട്ട സമയത്ത് ഓഡിയൻസിന് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു. അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് കാരണം അവിടെ നല്ല എന്തുണ്ടായി, ഒരു പ്രതിരോധം ഉണ്ടായി, അല്ലെങ്കിൽ എന്താ പറയാ, അതിന്റെ റെസ്പോൺസ് നന്നായിരുന്നില്ല. ഈ കാണുന്ന ആൾക്കാർ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന്റെ റിവ്യൂ ലാസ്റ്റ് ഭയങ്കര മോശമായി പോയി, നോറ ഒരിക്കലും ഒരു സ്ത്രീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഫാമിലിനെ വിട്ടെറിഞ്ഞ് പോകാൻ പാടില്ല, അത് നല്ല സ്ത്രീ അല്ല, അത് സൊസൈറ്റിക്ക് കൊടുക്കുന്നൊരു ബാഡ് മെസ്സേജ് ആണ്, അതൊരു നല്ല മെസ്സേജ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഇബ്സൺ തന്നെ ഈ ഒരു ക്ലൈമാക്സ് മാറ്റി എഴുതേണ്ടി വന്നു. കാരണം അത് എല്ലാം ഫോർഗീവ് ചെയ്യാൻ കഴിയുന്ന, എല്ലാം സഹിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ കഥാപാത്രമാക്കി നോറയെ മാറ്റി. ആ ഒരു സെക്കൻഡ് അദ്ദേഹം മാറ്റി എഴുതിയ സമയത്ത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡോൾസ് ഹൗസ് എന്നുള്ള പ്ലേ. ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്സ് മാത്രം കൂട്ടിച്ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലും എക്സ്ട്രാ പറയണം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ്സ്, ടാരന്റല്ല എന്നുള്ള ഡാൻസ് പറഞ്ഞു. അതുപോലെ പിന്നെ മാക്രൂൺ ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല, ആർക്ക്? ടോവാർഡിന് ഇഷ്ടമല്ല, പക്ഷെ നോറയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതൊരു ക്രിസ്മസ് ഈവാണ്, മീൻസ് ക്രിസ്മസിന്റെ ടൈമിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത് ഓരോ ക്യാരക്ടേഴ്സിന്റെയും പേര് പറഞ്ഞിരുന്നു. ബാങ്ക് മാനേജറാണ് നമ്മുടെ ടോവാർഡ്, അദ്ദേഹത്തിന്റെ ഫാമിലി ഫ്രണ്ടാണ് ഡോക്ടർ റാങ്ക് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ നോറയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇനിയുള്ളത്
ഇത്രയാണ് പ്രത്യേകിച്ച്, മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.